കണ്ണൂരിലേക്ക് പോയാൽ കണ്ണൂർ കക്കാട് പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. സമീപത്തെ റോഡിൽ വെള്ളം കയറി. പഴശ്ശി ഡാം തുറന്നതാണ് വെള്ളം കയറാൻ കാരണം. സൈഫുള്ള വിശദാംശങ്ങളുമായി. സൈഫു, ഈ പഴശ്ശി ഡാം തുറക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കരകളിലുള്ള ആളുകൾക്ക് വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നോ? എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ? സൈഫു, പഴശ്ശി ഡാം ഏതാണ്ട് മഴയുടെ തുടക്കത്തിൽ തന്നെ തുറന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ മഴ ശക്തമായപ്പോൾ ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി. മാത്രമല്ല, നേരത്തെ തുറന്ന ഷട്ടറുകൾ കുറച്ചുകൂടെ അളവ് കൂട്ടി തുറന്ന ഷട്ടറുകളുടെ അളവ് കൂട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വളപട്ടണം പുഴയുടെ കൈവഴികളായിട്ടുള്ള എല്ലാ പുഴകളും കരകവിഞ്ഞ് റോഡുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിലിപ്പോൾ പല പുഴകളും കരകവിഞ്ഞൊഴുകുന്നില്ല എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷേ കക്കാട് പുഴയിൽ മാത്രം കരകവിഞ്ഞ് റോഡുകളിലേക്ക് വെള്ളം വരുന്നു എന്നുള്ളതാണ്. സാധാരണ കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ വന്നാൽ ആദ്യം വെള്ളം കയറുന്നത് ഈ കക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കക്കാട് പുഴ കരകവിഞ്ഞൊഴുകും. അതിനുശേഷം ഈ പ്രദേശമൊക്കെ വെള്ളത്തിലാകും. അതാണ് സാഹചര്യം. നേരത്തെയൊക്കെ ഇന്ന് രാവിലെയൊക്കെ ഈ റോഡ്, ഇത് കക്കാട് പള്ളിപ്പുറം റോഡാണ്, മട്ടന്നൂർ എയർപോർട്ടിലേക്കൊക്കെ പോകാനുള്ള എളുപ്പ വഴിയാണ്. രാവിലെ ഈ റോഡ് അടച്ച നിലയിലായിരുന്നു. പക്ഷേ ഒരല്പം വെള്ളം താഴ്ന്നതോടുകൂടി ഗതാഗത യോഗ്യമായി മാറിയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ഇതുവഴി വരുന്നുണ്ട്. സാധാരണ ഇതുവഴി ഒട്ടും ഗതാഗത യോഗ്യമാകില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ പ്രദേശവാസികളായിട്ട് സ്ഥലം കൗൺസിലർ കൂടെയുണ്ട്. വെള്ളം കുറഞ്ഞു തുടങ്ങിയല്ലേ? ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. രാവിലെയൊക്കെ ഇവിടെ റോഡ് വരെ ഉണ്ടായിരുന്നു വെള്ളം. ഇപ്പം കുറേ വെള്ളം വലിഞ്ഞിട്ടാണ് ഉള്ളത്. കാരണം അവിടെയൊക്കെ ഫുള്ളായിരുന്നു. ഇപ്പം ഇതൊക്കെ കാണുമല്ലോ രാവിലെ. ഇപ്പം ഫുള്ള് കുറേ വെള്ളം വലിഞ്ഞു. രാവിലെ മുതൽ മഴ കുറഞ്ഞിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് വണ്ടിയൊക്കെ കടത്തിവിടാൻ കൃത്യമായിട്ട് വണ്ടി പോകാൻ തുടങ്ങിയത്. ഇന്നിപ്പം മഴ കുറവാണ്. ഇനി ഈ ഒരു കാലാവസ്ഥയാണെങ്കിൽ ഈ വെള്ളം ഒലിച്ചു പോയിക്കോളും. അതായത് മഴ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം വലിഞ്ഞു പോകും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫുള്ളായിട്ട് ഇവിടെ വെള്ളപ്പൊക്കമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണ് ഇവിടെ ഒരു കുട്ടി പുഴയിൽ വീണ് മരണപ്പെട്ടത്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വെള്ളപ്പൊക്കം വീട് ഇപ്രാവശ്യം ഇല്ല. കാരണം കടാങ്കോട് ആ പുതിയ ബൈപ്പാസ് റോഡ് അവിടെ കട്ട് ചെയ്ത് ഇളക്കിയിട്ട് വെള്ളം ഒഴുകിയിട്ട് പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇപ്രാവശ്യം ഇവിടെ വെള്ളം കുറവ്. കഴിഞ്ഞ പ്രാവശ്യം അപ്പുറം വെള്ളം എടുക്കാത്തത് കൊണ്ടാണ് വെള്ളം ഫുള്ളായിട്ട് ഇവിടെ കയറിയത്. ഇനിയിപ്പം കോർപ്പറേഷനോട് ഞാൻ ആവശ്യപ്പെടാൻ, ഈ സ്ഥലത്തിൻ്റെ ഈ ഡിവിഷൻ കൗൺസിലർ എന്ന നിലക്ക് ഞാൻ കോർപ്പറേഷനോട് ഇപ്പോൾ ആവശ്യപ്പെടാൻ പോകുന്നത് ഈ റോഡ് 2 അടി ഹൈറ്റിൽ കൂട്ടിയിട്ട് പൊന്തിക്കുക. കാരണം എല്ലാ വർഷവും മഴ 2 പെയ്ത് കഴിഞ്ഞാൽ ഈ റോഡ് ഫുൾ വെള്ളത്തിലാകുകയും ഈ റോഡ് ഇവിടെ താണിട്ടാണ് ഉള്ളത്. ഇനി 2 അടി പൊന്തണം. എന്നാൽ ഈ റോഡിൻ്റെ കുറേ ഭാഗം വെള്ളത്തിൻ്റെ പ്രശ്നം തീരും. പിന്നെ കോർപ്പറേഷൻ്റെ ഈ കക്കാട് പുഴ പുനരുദ്ധാരണം നടത്തുന്ന ഒരു ഫണ്ട് ഉണ്ട്. അത് ഇപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതി കഴിഞ്ഞ സർക്കാരിലേക്ക് അവതരിപ്പിച്ചതാണ്. പക്ഷേ അത് ഇപ്പം അത് CM-ൻ്റെ മേശപ്പുറത്താണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ സൈഫു, ഇവർ പറയുന്നത് റോഡ് ഒരു അശാസ്ത്രീയമായിട്ടാണോ ഇവിടെ റോഡ് നിർമ്മിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഭാഗങ്ങളിലേക്ക് വെള്ളം കയറുന്നത്. ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളം കയറാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഡാം തുറന്നപ്പോൾ കുറച്ചധികം വെള്ളം കയറി വന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മഴ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് വെള്ളക്കെട്ടുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള ഒരു ആശ്വാസമാണ് ഇവർ പങ്കുവെച്ചത്. സൈഫു.